മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതോടെ യു.ഡി.എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഇതുവരെ മൗനം പാലിച്ച് നിന്നിരുന്ന ലീഗ് നേതാക്കളൊക്കെ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രഖ്യാപനം വൈകിയാൽ ലീഗ് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്ന കാര്യമാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രസാദ്, ഇപ്പം നമ്മൾ ഈ ലീഗ് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ പറയുകയായിരുന്നു. ഈ പ്രതികരിക്കുന്ന നേതാക്കൾ ആരും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ നേതാക്കളല്ല. ഓരോ പദവികൾ വഹിക്കുന്ന ഓരോ ജില്ലകളിലെയും ജനറൽ സെക്രട്ടറിമാരും ഒക്കെയാണ് പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. അവരുടെ ഒരു അവസ്ഥ പറയുകയായിരുന്നു. കല്യാണ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഹ്ലാദം നടത്താൻ പറ്റുന്നില്ല, എല്ലാം ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ചകൾ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എവിടെ ഇറങ്ങിയാലും ആളുകൾ ചോദിക്കുന്നത് എവിടെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യമാണ് ചോദിക്കുന്നത്. അമ്പേ നാണക്കേടായി എന്നൊരവസ്ഥയിലാണ് ലീഗ് ഒക്കെയും. ഇതിപ്പോൾ സംസ്ഥാന നേതാക്കളിൽ തന്നെ ചിലരെങ്കിലും പ്രതികരണങ്ങൾ കടുപ്പിക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജില്ലാ നേതാക്കളൊക്കെ പ്രതികരണങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ ഇനി സംസ്ഥാന നേതാക്കളും കുറച്ച് കടുത്ത നിലപാടിൽ എടുക്കുമോ, പരസ്യ പ്രതികരണങ്ങൾ നടത്തുമോ? നാളത്തോടെ മുഖ്യമന്ത്രിയാകുമെന്ന് കെ മുരളീധരൻ പറയുന്നു. അങ്ങനെയല്ല കാര്യങ്ങളെങ്കിൽ ലീഗിന്റെ നിലപാട് നിർണായകമാകില്ലേ? തീർച്ചയായും മുസ്ലിം ലീഗ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്, സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് മറ്റൊരു പാർട്ടിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ ആരെ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ ആരെ മന്ത്രിയാക്കണം എന്ന കാര്യത്തിലൊന്നും തന്നെ അഭിപ്രായങ്ങൾ പറയാറില്ല. അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് നൽകുകയാണ് ചെയ്യാറുള്ളത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ തുടക്കം മുതൽ ലീഗ് സ്വീകരിച്ചിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരുന്ന നിലപാട് പൊതുജന വികാരം വി.ഡി. സതീശന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ലീഗിന്റെ നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ അക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ അഭിപ്രായം തേടുന്നതിന് വേണ്ടി കേന്ദ്ര നിരീക്ഷകർ എത്തിയ സമയത്ത്, കോൺഗ്രസിന്റെ നേതാക്കൾ എത്തിയ സമയത്ത് ലീഗിന്റെ നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അതുതന്നെയാണ് അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. പൊതുജന വികാരം മാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല, 3 പേരുകളിൽ ഒരാളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനകത്തെ തർക്കമാണ്. അവിടെ കെ.സി. വേണുഗോപാലിന് വേണ്ടിയും വി.ഡി. സതീശന് വേണ്ടിയും അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും എല്ലാം ആളുകൾ കോൺഗ്രസിന്റെ ഉള്ളിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് എത്താൻ കഴിയുന്നില്ല. പക്ഷേ ലീഗ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന 2 പാർട്ടികളും, മുസ്ലിം ലീഗ് 22 സീറ്റ് നേടുന്നു. അതെല്ലാം തന്നെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിജയം എന്നുള്ള നിലയ്ക്കാണ്. ആ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള തർക്കം എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അവരുടെ അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ വി.ഡി. സതീശനാണ് പിന്തുണ എങ്കിൽ പോലും കോൺഗ്രസ് മറ്റൊരു ആളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പരസ്യ പ്രതികരണം പിന്നീട് നടത്താനോ ഒന്നും മുസ്ലിം ലീഗ് നിലവിൽ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പ്രഖ്യാപനം ഇനിയും വൈകരുത് എന്നതുകൂടിയാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇനിയും നീണ്ടുപോയാൽ ഒരുപക്ഷെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജില്ലാ നേതാക്കളുടെ പ്രതികരണങ്ങളാണ് വന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്യമായി തന്നെ അതിലേക്ക് വരും എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. ഇപ്പോൾ ലീഗിനകത്ത് നടക്കുന്ന മറ്റൊരു ചർച്ച, ഇപ്പോൾ വി.ഡി. സതീശനല്ല, ഏറെക്കുറെ വി.ഡി. സതീശനല്ല മറ്റൊരാളാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും. പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. അതായത് വി.ഡി. സതീശനല്ല മറ്റൊരാളാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും അത് ഈ യു.ഡി.എഫ് സർക്കാർ അല്ലെങ്കിൽ യു.ഡി.എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യങ്ങൾ ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ആശയത്തിലേക്ക് ഇപ്പോൾ ലീഗ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നോ നാളെയോ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതല്ല എങ്കിൽ കൂടുതൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് ലീഗ് നേതാക്കൾ എത്തിയേക്കാം. ശരി പ്രസാദ്, വ്യക്തമാണ്. അപ്പം ലീഗ് കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രസാദ് ഉടുമ്പശ്ശേരി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പം ലീഗിന്റെ കാര്യത്തിൽ നമുക്കറിയാലോ അല്ലേ, ഒരു വമ്പൻ വിജയമൊക്കെ നേടി അവരെ ലീഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലീഗ് ഈ മന്ത്രിമാരെ അടക്കം അവർ തീരുമാനിച്ചു. കിട്ടുന്ന വകുപ്പുകൾ അനുസരിച്ച് മന്ത്രിമാരിലടക്കം അവിടെ ഒരു ധാരണ എത്തി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നണിക്കുള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ആളുകളൊക്കെ ചോദിക്കുന്നു എവിടെ മുഖ്യമന്ത്രി എന്ന കാര്യം. ഇതിപ്പം ഇവർ മാത്രമല്ല, ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെ ചുമ്മാ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാലും ആളുകളൊക്കെ നമ്മൾ അറിയാവുന്നവർ വന്ന് ചോദിക്കും, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ പോലും നേരിടുന്നുണ്ട്. അപ്പം പാർട്ടി പ്രവർത്തകരുടെ കാര്യം പറയണോ അല്ലേ? അപ്പം